الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ എല്ലാ സന്ദർഭങ്ങളിലും അവസരങ്ങളിലും ഓർത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മരണം മണക്കുന്ന രാപ്പകലുകളാണ് ദിനേനയെന്നോണം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം മരണപ്പെടുമെന്നുറപ്പാണ്. അത് എവിടെ വെച്ച്, എങ്ങനെ, ഏത് രൂപത്തിൽ എന്നത് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ഈ കാര്യങ്ങളിലെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയവർ അവരുടെ ജീവിതത്തിൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് സുഖവും ദുഃഖവും അവർ രക്ഷയും ശിക്ഷയും അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടിരിക്കും. ഈ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്നവരായി നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയവർക്ക് അവരുടെ മരണാനന്തര ശേഷക്രിയകൾ അത് ആദരപൂർവം ഇസ്ലാമിക മര്യാദയനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ചെയ്തു കൊടുക്കുക എന്ന ബാധ്യത ഉണ്ട്. നമ്മളത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. എപ്പോഴും അത് നിർവഹിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു യാസീനിൽ ഒരു ഗ്രാമക്കാരുടെ സംഭവം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ആ ഗ്രാമക്കാരുടെ ഉന്നമനത്തിനായി അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ അയച്ചു. 2 പ്രവാചകന്മാരെ അയച്ചപ്പോഴും അവർ നേരെയാകാൻ കൂട്ടാക്കിയില്ല. വീണ്ടും അല്ലാഹു ഒരു പ്രവാചകനെ കൂടി നിയോഗിച്ചു. وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ إذ أرسلنا إليهم اثنين فكذبوهما
فعززنا بثالث فقالوا إنا إليكم مرسلون. ഈ ആയത്തുകളിലൂടെ ഈ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തുന്നത്. അങ്ങനെ പ്രവാചകന്മാർ ഒന്നും രണ്ടുമല്ല മൂന്നും അയച്ചിട്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അംഗീകരിക്കുവാനും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങാനും കൂട്ടാക്കാത്ത ഒരു സമൂഹം. ആ ഗ്രാമത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്, ഒരു പട്ടണത്തിൽ നിന്ന് വീണ്ടും ഈ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി ഒരാൾ ഓടിക്കിതച്ച് വന്ന രംഗം സൂറത്ത് യാസീനിൽ പിന്നെയും പറയുന്നുണ്ട്. وَجَاءَ مِنْ أَقْصَى الْمَدِينَةِ رَجُلٌ يَسْعَى قَالَ يَا قَوْمِ اتَّبِعُوا الْمُرْسَلِينَ اتَّبِعُوا مَنْ لَا يَسْأَلُكُمْ أَجْرًا وَهُمْ مُهْتَدُونَ. അദ്ദേഹം ഓടിക്കിതച്ച് കൊണ്ടുവന്ന് പറഞ്ഞത് وَجَاءَ مِنْ أَقْصَى الْمَدِينَةِ رَجُلٌ يَسْعَى. അദ്ദേഹം പറഞ്ഞത് യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഈ പ്രവാചകന്മാരുടെ പാത പിന്തുടരണം. അവർ നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാണ്. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റ, നിങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നതിന് നിങ്ങളോടൊരു കൂലിയും ചോദിക്കാത്തവരല്ലേ ആ പ്രവാചകന്മാർ? നിങ്ങളോട് പ്രതിഫലം വാങ്ങാത്തവരല്ലേ അവർ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ പിൻപറ്റിക്കൂടാ? ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ, അവരാണെങ്കിലോ സന്മാർഗത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ പിൻപറ്റിക്കൂടാ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ഇങ്ങനെ പ്രവാചകന്മാരുടെ സന്ദേശത്തെക്കുറിച്ച് അവരെ ഉണർത്തിയ ഈ വ്യക്തിയോട് അവർ പറഞ്ഞ മറുപടി ഖുർആൻ പറയുന്നുണ്ട്. നീയും അവരുടെ മതത്തിൽ തന്നെയാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി പിന്നെ അദ്ദേഹം പറയുന്നു, വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും? എനിക്ക് എന്ത് തടസ്സമാണുള്ളത് എന്നെ സൃഷ്ടിച്ചവനായ എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ? എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ അരികിലേക്ക് തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ തന്നെ മരണാനന്തരം മടക്കപ്പെടുന്നത്. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ആ ഒരു ഇലാഹിനെ കൂടാതെ, ആ ഒരു അള്ളാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകളെ ആരാധ്യന്മാരായി ഞാൻ സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിനെ കൂടാതെയുള്ള എല്ലാ ഇലാഹുകളും ആരാധ്യന്മാരും ഈ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. റഹ്മാനായ എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്ലേശം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ശുപാർശ ചെയ്താലും അവൻ്റെ അരികിൽ അവരുടെ ശുപാർശക്കൊന്നും യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. വലാ യുൻഖിദൂൻ, അള്ളാഹുവിനെ കൂടാതെയുള്ള മറ്റേത് ഇലാഹുകൾക്കും എന്നെ ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കാനും കഴിയില്ല എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. അങ്ങനെ എങ്ങാനും അള്ളാഹുവിന് പുറമെ എനിക്കൊരു രക്ഷകനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ, ഞാൻ വ്യക്തമായ വഴികേടിൽ തന്നെയായിരിക്കുമെന്നാണ്. നമ്മുടെ രക്ഷകനായി, നമ്മുടെ രക്ഷിതാവായി, നമ്മുടെ ഇലാഹായി നമുക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ഈ വിശ്വാസം, അത് ഏകദൈവ വിശ്വാസത്തിൻ്റെ കാതലാണ്. അതല്ലാത്തതിനെക്കുറിച്ച് ലലാലും മുബീൻ എന്നും ദുൽമുൻ അലീം എന്നുമൊക്കെയുള്ള വിശേഷണമാണ് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത് എന്ന് ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, ആ ഓടി വന്ന ആള് പറഞ്ഞത് അവസാനമായി, ഞാൻ എൻ്റെ റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ജനങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ എന്നാണ്. പക്ഷേ ആ വ്യക്തിയെ
അവർ നിഷ്കരുണം വധിച്ചു കളയുകയും ഒരു കിണറ്റിലിട്ട് മൂടുകയും ചെയ്തു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം മലക്കുകൾ പറഞ്ഞുവെന്നാണ്, ഖീല ദുഖുലിൽ ജന്ന. ആ വ്യക്തിയോട് പിന്നെ പറയുകയാണ്, മരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ബർസഖിയായ ജീവിതത്തിലേക്ക്, ഖബർ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തോട് മലക്കുകൾ പറയുന്ന കാര്യമാണ് ഖുർആനി എടുത്തു പറയുന്നത്. ഖീല ദുഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് പറഞ്ഞത്. സ്വർഗീയ സുഖാനന്ദങ്ങൾ ബർസഖിയായ ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലും ആ വ്യക്തിയെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിലൊക്കെ സ്വാഹിബു യാസീൻ, യാസീനിലെ വ്യക്തി എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് അദ്ദേഹം ഹബീബ് ഇബ്നു നജ്ജാർ ആയിരുന്നു എന്നാണ്. ഹബീബുൻ നജ്ജാർ, ഹബീബ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ആശാരി കൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. സാധാരണ ജോലി ചെയ്തെടുത്ത ഒരു വിശ്വാസിയായ മനുഷ്യൻ പ്രവാചകന്മാരുടെ ആദർശത്തിനും വിശ്വാസത്തിനും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ സത്യദീനിലേക്ക് ക്ഷണിച്ച കാര്യമാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നോ, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അദ്ദേഹം മരിച്ച് ബർസഖിയായ ലോകത്ത് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഖുർആൻ കൊട്ടു ചെയ്യുകയാണ്. എൻ്റെ ജനങ്ങൾ, യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്ന കാര്യം എൻ്റെ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളായ നാട്ടുകാരും മനുഷ്യന്മാരും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വജഅലനി മിനൽ മുക്രമീൻ, എൻ്റെ റബ്ബ് എന്നെ ഏറ്റവും ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയ കാര്യവും ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ നാട്ടുകാരും ജനങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സാഹിബു യാസീൻ നസഹ ഖൗമഹു ഫി ഹയാതിഹി വബഅദ മമാതിഹി എന്നാണ്. തൻ്റെ ജീവിതകാലത്തും ജനങ്ങളോട് ഗുണകാംക്ഷയോടുകൂടി അള്ളാഹുവിനെ കുറിച്ച് ഉപദേശിക്കുകയും സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. മരണത്തിന് ശേഷവും മരണാനന്തര ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്നോ, എൻ്റെ ജനങ്ങൾ അവർ നന്നായിരുന്നെങ്കിൽ, അവർ അള്ളാഹുവിൻ്റെ ദീനിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നാണ്. നോക്കൂ നിങ്ങൾ, ബർസഖിയായ ലോകത്ത് വിശ്വാസികളായ ആളുകൾക്കുണ്ടാകുന്ന അനുഭൂതികളെ കുറിച്ച്, നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും നമ്മുടെ പിതാക്കളും പിതാമഹന്മാരും പ്രപിതാക്കളുമാകുന്ന ആളുകൾ, മുൻഗാമികളായ എല്ലാ ആളുകളും ആലമുൽ ബർസഖിലാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ദുനിയാവിൽ ചെയ്തിട്ടുള്ള നന്മകളുടെ പ്രതിഫലം അവിടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവനും ജീവിതവും ബലിദാനം ചെയ്തുകൊണ്ട് രക്തസാക്ഷികളായ ആളുകളെ കുറിച്ച് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത് നോക്കൂ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ച് നിങ്ങൾ അവർ അംവാത്ത, സാധാരണ നിലയിൽ മരിച്ചു പോയവരാണെന്ന് ഗണിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർക്ക് ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാത്രവുമല്ല, അവരുടെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നു, ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവരുടെ ബർസഖിയായ മരണാനന്തര ജീവിതത്തിൽ നൽകിയതിൽ അവർ സന്തുഷ്ടരായിരിക്കും. ഫരിഹീൻ,
അവർ സന്തുഷ്ടരായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. മാത്രവുമല്ല, വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, തങ്ങളുടെ പിന്നിൽ ഇഹലോകത്ത് കഴിയുന്ന വിശ്വാസികളെപ്പറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പറ്റി, മരിച്ചു പോയിട്ടില്ലാത്ത നമ്മളെപ്പറ്റി, ആ മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹുവിൻ്റെ ബർസഖിയായ ലോകത്ത് സുഖവും സ്വർഗീയ ആനന്ദങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവർ നമ്മളെക്കുറിച്ച് സന്തോഷമടയുകയാണ് ചെയ്യുന്നത്. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥവും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചര്യയും നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഖൗഫും ഹുസ്നും, ദുഃഖവും ഭയപ്പാടും ജീവിതത്തിലുടനീളം അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് അവർ പറയുന്നു എന്നാണ്. യസ്തബ്ശിറൂൻ, അങ്ങനെയുള്ളൊരവസ്ഥയെക്കുറിച്ച് അവർ സന്തോഷമടയുന്നു എന്നതാണ്. ഇത് രക്തസാക്ഷികൾക്ക് മാത്രം കിട്ടുന്നതല്ല. ശേഷം വരുന്ന ആയത്തിൽ അല്ലാഹു പറയുന്നു യസ്തബ്ശിറൂൻ, ആ മരണപ്പെട്ടു പോയ ആളുകൾ സന്തോഷമടയുന്നതാണ്. ബിനിഅമത്തിൻ മിനല്ലാഹി വഫളൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെക്കുറിച്ച് അവർ സന്തോഷമടയുന്നു. വഅന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഅ്മിനീൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായി ജീവിച്ചിട്ടുള്ള ആരുടെയും പ്രതിഫലം ഒരിക്കലും പാഴാക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ഹാദിൽ ആയ ജമഅത്തുൽ മുഅ്മിനീന കുല്ലഹും സവാഉന അശ്ശുഹദാഉ വഗൈറുഹും, എല്ലാ വിശ്വാസികളെയും ഈ ആയത്ത് ഒരുമിച്ച് കൂട്ടുകയും അതിൽ രക്തസാക്ഷികളും അല്ലാത്തവരുമായ എല്ലാവർക്കും അല്ലാഹു ബർസഖിയായ ആലമുൽ ബർസഖിൽ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഔദാര്യത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഫീ ഖിസ്സത്തി അസ്ഹാബി ബിയർ മഊന അസ്സബഈന മിനൽ അൻസാർ, അൻസാറുകളിൽ നിന്ന് 70 പേരെ ഖുതിലു ഫീ ഗദാത്തിൻ വാഹിദ, ഒരൊറ്റ ദിവസം അവർ ഒരേ സമയത്ത് വധിക്കപ്പെടുകയാണ്. ബിയർ മഊന സംഭവം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും വേദനിപ്പിച്ച സംഭവമായിരുന്നു അത്. ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഖുർആനിന്റെ അധ്യാപനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആളുകളെ വേണമെന്ന് ആവശ്യപ്പെട്ട് വരുത്തിയ ഈ സഹാബിമാരെ നിഷ്കരുണം വധിച്ചു കളയുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോഴാണ് ഖനത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലല്ലദീന ഖതലൂഹും യദ്ഉ അലൈഹിം വയൽഅനുഹും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ ഇടയാക്കിയ ഒരു സംഭവമാണ് അത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. 2 മാസത്തോളം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 70 അൻസാരി സഹാബിമാരെ വധിച്ച ആളുകൾക്കെതിരിൽ ദുആ ചെയ്യുകയും അവരെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഒന്നടങ്കം അള്ളാഹുവിൻ്റെ ദീനിന്റെ പേരിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, ഒറ്റക്കൊറ്റക്ക് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. എങ്ങനെ സാധാരണഗതിയിൽ മരണമടഞ്ഞ സാധാരണക്കാരനായ ഒരു വിശ്വാസിയാണെങ്കിലും അവന്റെ ഖബർ ജീവിതത്തിൽ, ബർസഖിയായ ജീവിതത്തിൽ അവന്റെ ആത്മാവ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭൂതികളെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഈ ആയത്തിനെ കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ലാ അവരൊക്കെ ഉദ്ധരിക്കുന്ന ധാരാളം ഹദീസുകളിൽ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ അവസരോചിതം ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇന്നാ ഖദ് സഅൽനാ അൻ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യത്തെക്കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ ചോദിച്ചു, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസികളുടെ അവസ്ഥ എന്താണ് എന്ന്. അർവാഹുഹും ഫീ ജൗഫി ത്വയ്രിൻ ഖളിരിൻ ലഹാ ഖനാദീലു മുഅല്ലക ബിൽ അർശ് തസ്റഹു മിനൽ ജന്നതി ഹൈതു ഷാഅത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരണം നൽകുന്നുണ്ട്. തങ്ങൾ ഉദ്ദേശിച്ചിടത്തെല്ലാം തന്നെ എത്തിപ്പെടാവുന്ന രീതിയിൽ അവരുടെ ആത്മാക്കൾ അങ്ങനെ സ്വർഗലോകത്തിൽ പറന്നുകൊണ്ടേയിരിക്കും. അവർ പച്ച നിറത്തിലുള്ള
പക്ഷികളുടെ ഉള്ളിലായിരിക്കും അവരുടെ ആത്മാക്കൾ. അവർക്ക് താമസിക്കാൻ ഖനാദീൽ മുഅല്ലഖ ബിൽ അർശ്, അർശിൽ ബന്ധിക്കപ്പെട്ട വിളക്ക് മാടങ്ങൾ ഉണ്ടാകും. രക്തസാക്ഷികളുടെ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, സുമ്മ തഅവീ തിൽക്കൽ ഖനാദീൽ, സ്വർഗലോകത്ത് അവർക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ പറന്നുപോയി അവസാനം ഈ വിളക്ക് മാടങ്ങളിലേക്ക് തന്നെ അവർ മടങ്ങി വരും. ഫത്തലഅ ഇലൈഹിം റബ്ബുഹും ഇത്തിലാഅ, അവരുടെ റബ്ബ് അവരോട് ചോദിക്കും, അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട്, ഹൽ തശ്ശഹൂന ശൈഅ, എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന്. ആ സന്ദർഭത്തിൽ അവർ പറയുന്നുണ്ട്, അയ്യു ശൈഇൻ തശ്തഹി വനഹനു നസ്റഹു മിനൽ ജന്ന ഹൈസു ശിഅനാ, ഞങ്ങളുടെ റബ്ബേ, ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം ഞങ്ങൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ ഫളിലും നിന്റെ നിഅമത്തും, ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? ഫലമ്മാ റഅൂ അന്നഹും ലൻ യുത്റകൂ മിൻ അൻ യുസ്അലൂ, എന്തെങ്കിലും ചോദിക്കാതെ അവരെ ഉപേക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ അവർ പിന്നെ റബ്ബിനോട് പറയുകയാണ്, യാ റബ്ബി നുരീദു അൻ തറുദ്ദ അർവാഹുനാ ഇലാ ജസാദിന, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ റൂഹുകളെ ഞങ്ങളുടെ ജസദുകളിലേക്ക് ഒന്നുകൂടി തന്നെ മടക്കി, ഹത്താ നുഖ്തല ഫീ സബീലിക മറത്തൻ ഉഖ്റ, നിന്റെ മാർഗത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും ജീവിതവും ബലിദാനം ചെയ്യാനുള്ള അവസരം നൽകൂ എന്ന് രക്തസാക്ഷികളായ ആളുകൾ റബ്ബിനോട് ബർസഖിയായ ലോകത്ത് പറയുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിലൂടെയും മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ ആത്മാക്കൾ സ്വർഗീയമായ അനുഭൂതി ആസ്വദിച്ചു കൊണ്ടിരിക്കുമെന്നും, അത് രക്ഷയാണെങ്കിൽ രക്ഷ തന്നെയായിരിക്കും, ശിക്ഷയാണെങ്കിലോ ശിക്ഷയുടെ ആ അനുഭൂതിയായിരിക്കും അവർക്ക് ലഭിക്കുക എന്നതും ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിലുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷണികമായ നൈമിഷികമായ നമ്മുടെ ഈ ഭൗതിക ജീവിതം, ആ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തുകയും തിരിച്ചറിയുകയും ഈ നൈമിഷികമായ ജീവിതമല്ല നമ്മുടെ പരമപ്രധാനമെന്നും, ബൽ തുസീറൂനൽ ഹയാത്തദ് ദുനിയ വൽആഖിറതു ഖൈറുൻ വഅബ്ക, അധികം ആളുകളും ഭൗതിക ജീവിതത്തെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ വൽആഖിറ ഖൈറുൻ വഅബ്ക, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമവും ഗുണകരവുമായിട്ടുള്ളത് എന്നെന്നും നിലനിൽക്കുന്ന ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ മരണാനന്തര ജീവിതമാണെന്നും നിങ്ങൾ അറിയണമെന്ന വലിയ സന്ദേശമാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ജീവിതത്തിന്റെ ഓരോ ബിന്ദുവിലും അള്ളാഹുവിനെ മറക്കാതെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ഒരു കർമ്മങ്ങളിലും ഏർപ്പെടാതെ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകാൻ വിശ്വാസികളായി നമുക്ക് കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ ആവുന്നത്ര നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനം കവർന്നിരുന്ന മണ്ണായിരുന്നു വയനാട് എന്ന ദേശം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ നമ്മളെല്ലാവരും നോക്കിക്കാണുകയാണ്. ഒരൊറ്റ രാത്രിയിലുണ്ടായ ഒരു ദുരന്തത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്
അവിടെയുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടവർ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. ഇത്തരം അപകടങ്ങളും സംഭവങ്ങളും മരണങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്നവരായ നമുക്കുള്ള പരീക്ഷണമാണ്. മരിച്ചവരുടെ പരീക്ഷ കഴിഞ്ഞു, അവർ അവരുടെ റിസൾട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവരായ നമുക്കുള്ള പരീക്ഷണമായിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടതെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാവുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്ത് സമാനതകളില്ലാത്ത ഒരു ദുരിതമായി നമ്മുടെ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെ എമ്പാടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം ഒറ്റക്കെട്ടായി, ഒരു മനമായി, ഒരു മെയ്യായി ഇത്തരം ദുരിതങ്ങളിൽ ഒത്തുചേരും എന്നതിന് ഒരുപാട് തെളിവുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ തെളിവ് കൂടി വയനാടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ 2 കാര്യങ്ങളാണ് വിശ്വാസികളായ നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തേത്, അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ജീവിത സൗകര്യങ്ങൾ അത് ഏത് നിമിഷത്തിലും ഇല്ലാതായി തീരുമെന്ന ബോധം നമുക്ക് വേണം. അതിനൊരു നിമിഷം മതി, ഒരു രാവ് മതി. സന്തോഷത്തോടുകൂടി നിർഭയരായി കടന്നിരുന്ന ശാന്തമായ ഒരു മലഞ്ചെരുവ് നോക്കൂ നിങ്ങൾ, അവിടെയുള്ള ജനങ്ങൾ, അത് നമുക്ക് പാഠമാണ്. ജീവിച്ചിരിക്കുന്ന നമുക്കാണതിൽ പാഠമുള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളെ പ്രത്യേകം അള്ളാഹുവിനോട് കാവൽ തേടി പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു റബ്ബേ. മിൻ സവാലി നിഅമതിക്, നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന്. എപ്പോഴും അത് നീങ്ങിപ്പോകാം. ഞങ്ങൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു. വതഹവ്വുലി ആഫിയതിക്, അല്ലാഹു നമുക്ക് നൽകിയ ജീവിത സൗഖ്യങ്ങൾ, ആരോഗ്യമായി നൽകിയിട്ടുള്ളത്, സമ്പത്തായി നൽകിയിട്ടുള്ളത്, സന്താനങ്ങളായി നൽകിയിട്ടുള്ളത്, സ്ഥാനങ്ങളും മാനങ്ങളും പദവിയുമായി നൽകിയിട്ടുള്ള ഒരുപാട് സൗഖ്യങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ എപ്പോഴും നീങ്ങിപ്പോകാം. അതൊക്കെ മാറി മറിയുന്നതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു. വഫുജാഅതി നിഖ്മതിക്, പെട്ടെന്നുണ്ടാകുന്ന നിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും പിടുത്തത്തിൽ നിന്നും റബ്ബേ നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, വജമീഅ സഖ്തിക്, നിന്റെ എല്ലാ കോപങ്ങളിൽ നിന്നും റബ്ബേ നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു എന്നാണ്. ഇത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇതിൻ്റെ ആശയം നമുക്കറിയാം. അറബി പദം അറിയില്ലെങ്കിലും ഇതിൻ്റെ ആശയം നമ്മുടെ റബ്ബിനോട് നമ്മൾ നിരന്തരമായി ദുആ ഇരുന്നു കൊണ്ടിരിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് മുസീബത്ത് വന്നാലും അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, എന്താണ് അവർ പറയേണ്ടത്? ഖാലു, അവരുടെ മനസ്സും മനസ്ഥിതിയും അവരുടെ പ്രഖ്യാപനവും എന്താണെന്നോ? ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ് എന്നാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ് നമ്മൾ. ഈ ഒരു ബോധം, ഇന്നാ ലില്ലാഹ്, നിശ്ചയം ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ് എന്ന്. നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിൻ്റെ അടിമകളാണ്. അതൊരു കുടുംബമാണെങ്കിലും, ഒരു സമൂഹമാണെങ്കിലും, ഒരു താഴ്വരയാണെങ്കിലും, ഒരു നാടാണെങ്കിലും, ഒരു പ്രദേശമാണെങ്കിലും, ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ എപ്പോഴും അവങ്കലേക്ക് മടങ്ങേണ്ടവരാണ് എന്നാണ്. എന്ത് മുസീബത്ത് കണ്ടാലും, എന്ത് മുസീബത്ത് അനുഭവിക്കേണ്ടി വന്നാലും വിശ്വാസികളുടെ മനോഗതം അതായിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിനെ മറക്കാതെ പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടി അവനിലേക്ക് നമ്മൾ മടങ്ങുക. രണ്ടാമതായി നമ്മുടെ ബാധ്യത
അവിടെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നിത്യേന നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഈ ജീവിച്ചിരിക്കുന്ന നമ്മളാണ് ഇനി അവിടെ പ്രയാസം അനുഭവിക്കുന്ന ആ നാട്ടുകാരായ ആളുകൾക്കുള്ളത്. വളരെ പ്രധാനപ്പെട്ടത് അവരുടെ പുനരധിവാസമാണ്. അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സർക്കാർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. അതാ നേരത്തെ പറഞ്ഞത്, കേരളം ഒറ്റക്കെട്ടായി, ഒരു മനമായി, ഒരു മയ്യായി ഈ ദുരന്തം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. ഇനി അങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ അവർക്ക് നമ്മളാൽ കഴിയുന്ന ആശ്വാസങ്ങൾ നൽകണം. ഇവിടെ നമുക്ക് ഈ പള്ളിയിൽ കൂടുന്ന ആളുകൾക്ക് അവിടെ ആശ്വാസം, സാമ്പത്തികമായ സഹായം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അതുമായി സഹകരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ പണം നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ബാർകോഡ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കീശയിലുള്ള എന്ത് പണമാണെങ്കിലും നിങ്ങൾ അവിടെ നിക്ഷേപിച്ചാൽ കൃത്യമായി അത് അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരള സക്കാത്ത് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഈ സംഭാവനകൾ നമ്മൾ സ്വീകരിക്കുന്നതും അതേപോലെ അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാമാരിയിൽ നിന്നും, മഴക്കെടുതികളിൽ നിന്നും, മഹാദുരന്തങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷകരമാക്കി തീർക്കുമാറാകട്ടെ. നമുക്കിടയിലെ രോഗികൾക്ക് അല്ലാഹു ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.